ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്, നമ്മളൊരു ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ ചിലപ്പോൾ നമ്മുടെ നെറ്റിയുടെ മുകളിലേക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ താഴത്തേക്ക് ഉണ്ടാവില്ല, കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ വരുന്ന ഫോട്ടോസുകൾ ചിലപ്പോൾ ആ ഫോട്ടോയുടെ ഫോക്കസിങ് ഭയങ്കര അപാരതയായിരിക്കും, നല്ലൊരു ഫോക്കസിങ് ആയിരിക്കും. പക്ഷെ ആ ഫോട്ടോക്ക് ആണെങ്കിലും നമുക്ക് ഫേസ്ബുക്കിൽ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം തല ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൈയിന്റെ ഭാഗം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് ആ ഫോട്ടോ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ തലയോ മുടിയോ അതല്ല നിങ്ങളുടെ കൈയോ കാലോ ഏത് വേണമെങ്കിലും അവർ സെറ്റ് ചെയ്ത് തരും. അങ്ങനെയുള്ള ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുക, കമന്റ് ബോക്സ് ഉണ്ടായി ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചത് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ അതുപോലെ ചെയ്തപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോയി മാറി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണ് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏത് ഫോട്ടോയാണ് ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോയുടെ സെലക്ട് ചെയ്യുന്നു. ഈ ഫോട്ടോ ജസ്റ്റ് കാണിച്ചത്, ഈ ഫോട്ടോക്ക് തലയില്ല, തലയുടെ മുടിയുടെ ഭാഗം മുഴുവൻ പോയിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോ ഒരു ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ചില ആൾക്ക് കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല. നമ്മൾ എടുത്ത ഫോട്ടോ ഇപ്പോൾ ഒരു അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ജസ്റ്റ് ഈ ഫോട്ടോത്തിന് മേലെ നമുക്ക് ഇതിൽ ഏത് റേഷ്യോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ 9.16 എടുത്തു. ഇനി നമ്മുടെ ഫോട്ടോയുടെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴത്തേക്ക് ആക്കി കൊടുക്കുക. ആ ഭാഗത്ത് തല വരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് അതല്ല കാല വേണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക, കുറച്ചൊന്ന് മേപ്പെട്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയാണ് വേണ്ടത് അതുപോലെ ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൽക്കാലം മുകളിൽ നിന്ന് കുറച്ച് അത് മുടി തലയും വരുന്ന രീതിയിലുള്ള കുറച്ച് സ്ഥലം ബാക്കിയാക്കി. ഓക്കെ, എന്ന് വെച്ചാൽ ആ ജനറേറ്റ് ചെയ്യുന്ന ബട്ടൺ മേലെ ടച്ച് ചെയ്യുക, എത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹെയർ സ്റ്റൈൽ മാറി വരുന്ന കിട്ടും, തലയൊക്കെ കറക്റ്റായിട്ട് തരും. ആ ഫോട്ടോ ഞാൻ ഒറിജിനലും ഫേക്കും ഞാൻ കാണിച്ചു തരാം. അടിക്കടി എൻ്റെ മുടി അടിപൊളിയല്ലേ? എന്നാലും എൻ്റെ മുടിയല്ല, ഞാൻ വെക്കുന്ന മുടിയല്ല, എന്നാലും രസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി കാര്യങ്ങൾ ചോദിക്കും, അത് ഗൂഗിൾ ഐ ഡി കാര്യങ്ങൾ കൊടുക്കുക. ഇനി ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഫോട്ടോ ഉണ്ടോ? ഇതിപ്പോൾ തലയുള്ള ഫോട്ടോ ആണ്, 2 ഫോട്ടോ കാണിച്ചു. ഓക്കെ, ഈ ഫോട്ടോയിൽ തലയുടെ ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫോട്ടോ നോക്കാം. ഈ ഫോട്ടോ ആയിരുന്നു കൊടുത്തത്. ഈ ഫോട്ടോ തല ഇല്ലാത്തൊരു ഫോട്ടോയാണ്, പക്ഷേ അതിലേക്കാണ് നമ്മൾ ഈ തലയുള്ള രീതിയിലേക്ക് ആക്കി മാറ്റിയത്. ഇതുപോലെ വേറെയും ഫോട്ടോ ഉണ്ടെങ്കിൽ വേറെ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചു. ഓക്കെ, വീണ്ടും അപ്ലോഡ് ഇമേജ് ഭാഗത്ത് ടച്ച് ചെയ്തു. നമുക്ക് ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഫോട്ടോ നോക്കട്ടെ. ഇമേജിലെ ഫോട്ടോ ഇവിടെ വാട്സപ്പിൽ ഉണ്ടാവും. ഓക്കെ, ഈ കാണുന്ന ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് കാലില്ല, അപ്പോൾ നമുക്ക് കാല് വരുത്തണം. അപ്പോൾ ജസ്റ്റ് മേപ്പോട്ടേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അടിയിലേക്ക് നമുക്ക് കാല് വരേണ്ടി ജനറേറ്റ് കൊടുക്കുക. നോക്കാം ഏത് രീതിയിലാണ് കാലും ഇതൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അടിപൊളി. എങ്ങോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് 2 പാടൊന്നും കാണില്ലേ? ഓക്കെ, 2 പാടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം ഇവിടെ ഈ ഫോട്ടോ എടുത്ത് ഞാൻ വാട്സപ്പിൽ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ ഫോട്ടോയിൽ നിങ്ങൾ കാലില്ല. ഓക്കെ, അതിലേക്ക് കാല് വരുത്തി. എൻ്റെ കാലല്ല, എന്നാലും സംഭവം ഓക്കെയാണ് അല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തോളൂ.